ഭൂമിയുടെ കിടപ്പനുസരിച്ചിട്ട് അതിൽ നമ്മൾ വീട് വെച്ചാലുള്ള ബലമാണ് കിഴക്ക് താഴ്ന്ന പടിഞ്ഞാറ് ഉയർന്നത്. അതിന് ഗോവീതി എന്നാണ് പറയുന്നത്. 500 വർഷത്തേക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യും. അതേസമയം അഗ്നികോൺ താഴ്ന്ന് വായുകോൺ ഉയർന്നാണെങ്കിൽ അഗ്നിവീതി എന്ന് പറയും. 12 വർഷക്കാലം ഗ്രഹം നിലനിൽക്കും. തദനന്തരം അഗ്നിബാധ, ദാരിദ്ര്യം എന്നിവ ഫലം. തെക്കു താഴ്ന്ന് വടക്കുയർന്നത് അന്തകവീതി എന്ന് പറയും. 3 കൊല്ലം ഗ്രഹം നിൽക്കും. തദനന്തരം ദുർമരണം, ധനനാശം എന്നിവ ഫലം. നിർത്യതി കോൺ താഴ്ന്ന് ഈശാനകോൺ ഉയർന്നത് ഭൂതവീതി എന്ന് പറയും. 6 വർഷം ഗ്രഹം നിൽക്കും. തദനന്തരം ധനനാശം ഫലം. പടിഞ്ഞാറ് താഴ്ന്ന് കിഴക്ക് ഉയർന്നത് ജലവീതി എന്ന് പറയും. 10 കൊല്ലത്തേക്ക് നിലനിൽക്കും. പിന്നീട് പുത്രനാശം, ധനനാശം എന്നിവ ഫലം. അടുത്ത വായുകോൺ താഴ്ന്ന് അഗ്നികോൺ ഉയർന്നത് നാഗവീതി എന്നാണ് പറയുന്നത്. അത് 100 വർഷം ഐശ്വര്യം. തദനന്തരം വിദേശഗമനം, ധനനാശം എന്നിവ ഫലം. ഗജവീതി അഥവാ വടക്ക് താഴ്ന്ന് തെക്കുയർന്ന് ഇതിൽ പുരവെച്ചാൽ സർവ്വവിധ ഐശ്വര്യ സമൃദ്ധി. ഈശാനകോൺ താഴ്ന്ന് നിർത്യതി കോൺ ഉയർന്നത് ധാന്യവീതി എന്ന് പറയും. 1000 വർഷം സർവ്വവിധ സമ്പൽ സമൃദ്ധിയും ഫലം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഉത്തമ ഭൂമിയെ നിർണ്ണയിക്കുന്ന കാര്യമാണ് കേട്ടോ. വാസ്തുശാസ്ത്രമനുസരിച്ച് ഭൂമിയുടെ ആകൃതി, അതിൻ്റെ ഉപരിതലത്തിൻ്റെ സ്വഭാവം, ചരിവ് എന്നിവ അതിൽ വസിക്കുന്നവർക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ പ്രദാനം ചെയ്യും. സമചതുരമായാൽ ധനാഭിവൃദ്ധിയും, ഭൂമി തെക്കുവടക്ക് ദീർഘമായാൽ സമ്പൽ സമൃദ്ധിയും, വൃത്താകൃതിയാണെങ്കിൽ ദാരിദ്ര്യവും, ത്രികോണാകൃതി ആയാൽ രാജ്യഭീതിയും, വക്രമായാൽ ധനനാശവും, മുറം പോലെ നടുഭാഗം താഴ്ന്നതായാൽ രോഗപീഠാദികളും, ധനുസ്സിൻ്റെ ആകൃതിയിലായാൽ ഭീതിയും, കുടത്തിൻ്റെ ആകൃതിയിലായാൽ കുഷ്ഠരോഗവും, ആമയുടെ ആകൃതിയിലായാൽ ബന്ധനവുമായിരിക്കും ഫലമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മനുഷ്യർക്ക് ജീവിതവൃത്തിക്ക് ആവശ്യമായ ധാന്യങ്ങൾ കൃഷി ചെയ്തും വൃക്ഷലതാദികൾ ചെടികളും മറ്റും നട്ടുപിടിപ്പിച്ചും ആടുമാടുകളെ വളർത്തിയും വസിക്കുന്നതിന് ഒരു പുര വയ്ക്കാനുള്ള ഇടത്തെ പുരയിടം എന്ന് പറയുന്നു. ജനങ്ങൾ വസിക്കാനുള്ള വീടുകളോ വിദ്യാഭ്യാസാദികൾക്കുള്ള കെട്ടിടങ്ങളോ എടുക്കാനുള്ള തൊഴിൽശാലകളോ ഈശ്വരാരാധനയ്ക്കുള്ള ദേവാലയങ്ങളോ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലത്തിനെ വാസ്തു എന്ന് പറയുന്നു. കെട്ടിടം നിർമ്മിക്കാൻ ഒരുക്കിയെടുക്കുന്ന ഖണ്ഡഭൂമിക്കാണ് പ്രധാനമായും വാസ്തു എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പുരയിടം, വാസ്തു ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ.